എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡോക്ടർ എലിസബത്ത് ഉദയൻ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ എലിസബത്തിന്റെ ഓരോ വീഡിയോസ് വരുമ്പോഴും ഒരു ടെൻഷനാണ്. കാരണം ഇതിലെന്തായിരിക്കും പറയാൻ പോകുന്നത്. കാരണം കേട്ടുകേഴ്വിയില്ലാത്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും അതും നമ്മൾ ഇന്ന് വരെ മനസ്സിൽ കാണാത്ത അതായത് നമ്മുടെയൊക്കെ മനസ്സിൽ ഭയങ്കര പാവം, ശുദ്ധൻ, പെങ്കൊച്ചുങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ ജീവിതം തകർക്കുന്നു, എന്തൊരു പാവമാണ്, അയ്യോ പാവി എന്നൊക്കെ ചിന്തിച്ചിരുന്ന മനുഷ്യന് ഇത്രയേറെ വൃത്തികെട്ട ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഓരോന്ന് കേൾക്കുമ്പോഴും ഞെട്ടലാണ്. അപ്പം ഡോക്ടർ എലിസബത്തിന്റെ വീഡിയോ അപ്ലോഡായി എന്നുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നെഞ്ചിടിക്കാൻ തുടങ്ങും. ഈ വീഡിയോയിൽ എന്തായിരിക്കും എന്നുള്ള ചിന്തയാണ് പലപ്പോഴും. അതുപോലെ തന്നെയാണ്, നിരാശപ്പെടുത്തിയില്ല. ഇന്നലെ ആ വീഡിയോ കണ്ടപ്പോഴും ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. കാരണം ഇത്രമാത്രം സ്വഭാവ വൈകല്യങ്ങളെല്ലാം കൂടി ഒരു പുരുഷനിൽ ചേർന്ന് കിട്ടിയെന്നോ? അസംഭവ്യം. കാരണം ഇദ്ദേഹം ചെറിയ മനുഷ്യനൊന്നുമല്ല. നമ്മളൊക്കെ വിചാരിക്കുമ്പോൾ പുള്ളിക്ക് മലയാളം പറയാൻ ഇച്ചിരി കൊത്തയുണ്ട്, അതൊരു വൈകല്യമായിട്ടൊന്നും നമ്മൾ കാണരുത്. അതിനൊക്കെ അപ്പുറത്തേക്ക് വൈകല്യങ്ങളുടെ ഒരു ചാകര തന്നെ. അതായത് നമ്മൾ പറയാറില്ലേ, സ്വഭാവ ഗുണങ്ങളെല്ലാം ഒത്തുചേർന്നൊരു പെണ്ണ് അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്നൊക്കെ, ഉത്തമൻ. അതുപോലെ തന്നെ സ്വഭാവ വൈകല്യങ്ങളെല്ലാം കൂടി ഒത്തുചേർന്ന ഒരു പ്രത്യേക മനുഷ്യനാണിത്. അപ്പോ ഈ ഇദ്ദേഹത്തിന്റെ പിടിയിൽ ചെന്ന് അകപ്പെട്ട പെൺകുട്ടികളൊക്കെ ഹതഭാഗ്യർ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം പലരും ഈ പെൺകുട്ടികളെ കുറ്റം പറയാറുണ്ട്. ഇപ്പൊ അമൃതയാണെങ്കിലും ഡോക്ടർ എലിസബത്തിനാണെങ്കിലും കുറ്റം പറയാറുണ്ട്. എന്തിന് ഫേസ്ബുക്കിലൂടെ സ്നേഹിച്ചു, അല്ലെങ്കിൽ അമൃതയോടാണെങ്കിൽ എന്തിന് ഒരു ജഡ്ജായിട്ട് അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ആയിട്ട് വന്ന ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ആയി പോകും. കാരണം അങ്ങനെയാണ് ഇവരുടെ ക്യാരക്ടേഴ്സ്, ഇവരുടെ മാനറിസങ്ങൾ, ഇവർ ബിഹേവ് ചെയ്യുന്നത്. അത്രമാത്രം. എന്തിനാ നമ്മളൊക്കെ കുറ്റം പറയുന്നത്? ഈ പറയുന്ന നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചില്ലേ? പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സഹോദരന്മാരെക്കാട്ടിലും നല്ല വിലയുള്ളൊരു മനുഷ്യൻ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇപ്പൊ പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ ആണെങ്കിൽ സ്വന്തം ആമക്കളെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നത് ഈ മനുഷ്യനെ വെച്ചിട്ടായിരിക്കും. ഈ പെൺകുട്ടികളാണെങ്കിൽ സ്വന്തം സഹോദരന്മാരെ പോലും അത്ര ഇഷ്ടമല്ല. അയ്യോ നല്ലൊരു മനുഷ്യൻ. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടില്ലേ? അപ്പൊ പിന്നെ ഈ പെൺകുട്ടികൾ തെറ്റിദ്ധരിക്കപ്പെട്ടില്ലെങ്കിലല്ലേ ഉള്ളൂ അതിശയം. അപ്പൊ അതിലൊന്നും ആരും കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ കാലഘട്ടം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഇതിനെ നിസ്സാരവൽക്കരിക്കാനും പറ്റത്തില്ല. കാരണം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ആ ഒരു ട്രാപ്പിൽ വീണത്. അമൃതയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി. ഇവർ രണ്ടുപേരും തന്നെ ഈ ഒരു ട്രാപ്പിൽ വീണതിന്റെ കാര്യം തന്നെ ആ വ്യക്തി അങ്ങനെയാണ് എല്ലാവരോടും ബിഹേവ് ചെയ്യുന്നത്. വളരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും അദ്ദേഹം സമീപിക്കുന്നത് തന്നെ. ഡോക്ടർ എലിസബത്തിന്റെ ഇന്നലത്തെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോകാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാലേ, പുള്ളിക്ക് ലോകത്തിലെ സ്ത്രീകളോടെല്ലാം ഭയങ്കര ഭക്തിയും ബഹുമാനമാണ്. അതിന് പ്രായം എന്നുള്ളൊരു കണക്കില്ല. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഒരു ഭാര്യ വീട്ടിലുള്ളപ്പോൾ, ഇനി ലീഗലി കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും ഭാര്യ തന്നല്ലോ. സൊസൈറ്റിയോട് അങ്ങനെയാണല്ലോ പറഞ്ഞേക്കുന്നത്. റിസപ്ഷനൊക്കെ നടത്തിയത് എന്റെ ഭാര്യയാണ്, ഞാൻ ഓടി കൊടുക്കുന്നുണ്ട്, ചാടിപ്പോകരുതെന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിൽ നിന്ന് എല്ലാവരും അത് ഭാര്യ തന്നെയാണ്. അപ്പൊ ആ ഭാര്യ അദ്ദേഹത്തിന്റെ വീട്ടിൽ ബെഡ്റൂമിന്റെ പുറത്ത് കാവൽ നിൽക്കുകയാണ്. ഇദ്ദേഹം ബെഡ്റൂമിനുള്ളിൽ ഒരു അന്യ സ്ത്രീയുമായിട്ട് അകത്ത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിചാരിക്കാൻ പറ്റുമോ, അയ്യോ അവര് സഹോദരൻ ബന്ധമായിരിക്കും, അവര് ബെഡ്റൂമിനുള്ളിൽ കണ്ണും നോക്കിയിരിക്കുമായിരിക്കും? ഒരിക്കലും പറ്റില്ല. എസ്പെഷ്യലി ഒരു ഭാര്യയ്ക്ക് പറ്റില്ല. അവൾ ഉള്ളിൽ തീ തിന്നുകൊണ്ട് നിൽക്കുമായിരിക്കും ആ സമയത്ത്. അത്രത്തോളം വേദന ഉണ്ടാക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും ഇത്രമാത്രം വൃത്തികെട്ട സ്വഭാവങ്ങൾ കാണിച്ചിട്ടും അതിനെ തേച്ചു മായ്ച്ച് കളയുന്നത് ഇദ്ദേഹം. മോളെ, അതൊക്കെ എൻ്റെ അമ്മമാരാണ്, അവരൊക്കെ എനിക്ക് പ്രിയപ്പെട്ടവരാണ്, മോളെ എന്ന് വിളിച്ച്, അതായത് ഒരു ലവ് ബോംബ്, എ ടൈപ്പ് ഓഫ് ഒരു ബട്ടറിങ്, ഫേക്ക് ആയിട്ടുള്ള. ഇതിൽ ഈ പെൺകുട്ടികൾ പലപ്പോഴും, അതായത് മനസ്സിലാക്കാൻ പറ്റും ഈ ആള് എവിടെയൊക്കെ ഒരു പോക്ക് കേസാണ്, പക്ഷെ തൊട്ടടുത്ത നിമിഷം ബട്ടറിങ് ഉണ്ടല്ലോ, അതിൽ ഏത് പെൺകുട്ടിയും വീണു പോകും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് മനുഷ്യനാണ് സ്നേഹം കൊണ്ടൊരു കുളം ഉണ്ടാക്കി തന്നിട്ട് അങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ ചാടാതിരിക്കുന്ന ആരാ? എല്ലാവരും എടുത്തൊരു ചാട്ടം ചാടും, സ്നേഹമല്ലേ. അപ്പൊ ഈ പെൺകുട്ടികളെ ഒന്നും ആരും ആ ഒരു ജഡ്ജ്മെന്റ് മെന്റാലിറ്റിയോട് കൂടി നോക്കരുത്. ഇത്രയും ആയില്ലേ, കുറെ നാളുകളായിട്ട്, കുറെ ദിവസങ്ങളായിട്ട് നമ്മളൊക്കെ സപ്പോർട്ട് ഡോക്ടർ എലിസബത്ത് എന്നൊരു ഹാഷ്ടാഗോട് കൂടി, ഒരു ക്യാമ്പയിൻ പോലെ എല്ലാവരും ചേർന്നിരിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പെൺകുട്ടികളുടെ ജീവിതാനുഭവത്തെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ പണ്ടുള്ള അമ്മച്ചിമാരും അമ്മാവന്മാരൊക്കെ ചെന്നിരുന്ന് പെൺകുട്ടികൾക്ക് എന്ത് പ്രശ്നം, അതായത് ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു വന്ന ഇലയിൽ വീണാലും ഇലയ്ക്കാണേ എന്ന് പറയുന്ന ആ ഒരു തത്വം മാറ്റി വെക്കേണ്ട സമയമൊക്കെയായി. ഞാൻ എപ്പോഴും പറയുന്നത് ഇത് 2025 ആണ്. ഇലയാണെങ്കിലും മുള്ളാണെങ്കിലും പ്രശ്നക്കാരാണോ, മാറ്റി നിർത്തുക തന്നെ വേണം. അവരുടെ നേരെ വിരൽ ചൂണ്ടുക തന്നെ വേണം. അപ്പൊ ഇങ്ങനെയുള്ള സ്വഭാവ രീതികൾ ഒരു സ്ത്രീയെ എത്രമാത്രം പിടിച്ചു കുലുക്കും. ഇനി സ്ത്രീയല്ല പുരുഷനാണെങ്കിലും ഈ ഒരു സംഭവം, എനിക്കത് പറയാൻ പറ്റുന്നില്ല, ഈ ഒരു സംഭവം നിങ്ങൾ ഉൾട്ടയായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് എത്രമാത്രം സങ്കടം ഉണ്ടാവും, നിങ്ങൾ എത്രമാത്രം തകർന്നു പോകും. എത്ര ഈ ഒരു 3-4-5 വർഷങ്ങൾക്ക് മുന്നേ ഒരു ആർമിക്കാരൻ, ട്രിവാൻഡ്രം റീജിയനായിട്ട് ബന്ധപ്പെട്ടാണ് ആ കേസ് എന്ന് തോന്നുന്നു.
അപ്പോൾ അവൻ്റെ വൈഫ് മറ്റേതോ ഒരു റിലേഷനിൽ ആയെന്ന് അറിഞ്ഞപ്പോഴോ മറ്റോ അവൻ സൂയിസൈഡ് ചെയ്തു. ഇതുപോലെ എത്ര പുരുഷന്മാരുടെ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ മനോരമയുടെയാന്ന് തോന്നുന്നു എന്തോ ഒരു ഇതിങ്ങനെ കണ്ടു, ഒരു ഷോർട്ട് വീഡിയോ പോലെ ഞാനിങ്ങനെ കണ്ടു. അദ്ദേഹം ആത്മഹത്യ ചെയ്തു, ഭാര്യയെ ചതിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഒരു 2 വർഷം മുന്നേ ന്യൂസിലാൻഡ് ഒരു സ്വിറ്റ്സർലാൻഡ് അവിടെ സെറ്റിൽഡ് ആയിരുന്ന ഒരു ഫാമിലി, ആ വൈഫ് അതായത് അദ്ദേഹം ഒരു എനിക്ക് തോന്നുന്നു ഒരു ഫിനാൻഷ്യൽ കമ്പനിയിൽ എന്തോ വർക്ക് ചെയ്യുവാണ്, നല്ലൊരു പൊസിഷനിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫ് ഇതുപോലെ ഒരു കൊളീഗായിട്ടോ സംതിങ് നെയ്ബേഴ്സിൽ ആരോ ഒരാളോ ആയിട്ടോ ഒക്കെ ഒരു റിലേഷനിലായി. അത് പുള്ളി ഇങ്ങനെ ഒരു ക്യാപ്ചർ ചെയ്തിട്ട് ഒരു ക്യാമറ എടുത്ത് ആ ഒരു വീഡിയോ എടുത്ത് അവളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും അവളത് സമ്മതിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് അദ്ദേഹം നാട്ടിലെത്തി സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഇനി എനിക്ക് ജീവിതമില്ല. അപ്പൊ സ്ത്രീ എന്നൊരു കാര്യത്തെ മാത്രം മാറ്റി നിർത്തി ഇവർ തകർന്നു പോകുന്നു ഞാൻ പറയുന്നില്ല. പുരുഷന്മാരും ഇങ്ങനെ തന്നെയാണ്. എല്ലാവരുടെ ഉള്ളിലുള്ളത് ഹൃദയം തന്നെയല്ലേ. ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ അവിടെ ഒരു വെട്ട് വീണാൽ, അവിടെ ഒരു ചതി പറ്റിയെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഏത് മനുഷ്യനും ആണ് പെണ്ണ് ഭേദമന്യേ എല്ലാവരും തകർന്നു പോകും. അപ്പം ഇതിന് കാരണക്കാരാകുന്ന ആളുകളെ സൊസൈറ്റിയിൽ നിന്ന് മാറ്റുക എന്നത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ പറഞ്ഞൊന്നും മറ്റൊന്നുമല്ല, ഇങ്ങനെ ചില ദുശീലങ്ങൾ, സൽഗുണ സമ്പന്നൻ, എല്ലാ സ്വഭാവ വൈകല്യങ്ങളും ഒന്നു ചേർന്ന ഒരു പുരുഷൻ ഇനി അടുത്ത വല്ല കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ മാട്രിമോണിയൽ സൈറ്റിൽ ഇത് കൊടുക്കാം. എങ്ങനെയാണ് ഡോക്ടർ എലിസബത്ത് ആ വീട്ടിൽ നിന്നെന്ന് എനിക്കറിയത്തില്ല. ഞാനൊക്കെയായിരുന്നു, ഞാൻ പറയാറില്ലേ, ഞാൻ എപ്പോഴും എന്ത് കാര്യം കേട്ടാലും അതിങ്ങനെ വിഷ്വലൈസ് ചെയ്യും. ഈ 19-16 വയസ്സുള്ള അമ്മമാരെയും സ്ത്രീകളെ കൊണ്ട് റൂമിലേക്ക്, അമ്മമാരെന്ന് പറയണോ, ഇവനൊക്കെ വിളിക്കുമ്പോൾ റൂമിലേക്ക് കയറി പോകുന്നവരെ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണെങ്കിലും കയറി പോകുമ്പം ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു പ്രകോപനത്തിൽ അല്ലെങ്കിൽ ആ ഒരു സങ്കടത്തിന്റെ ആഴത്തിലേക്ക് വീണു പോകുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും അറിയത്തില്ല. പക്ഷെ അത്രമാത്രം വിൽ പവർ ഉണ്ട് ഡോക്ടർ എലിസബത്തിന് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക, റിയാലിറ്റി മനസ്സിലാക്കുക. ഏതൊക്കെയോ മൊമെന്റിൽ ഡിപ്രഷൻ ആ ഒരു സ്റ്റേജിലേക്ക് വീണു പോയി. അതൊരു മനസ്സിന്റെ ഏതൊരു കോണ് മാത്രമാണ് വീണു പോയത്. അതിന് നാറ്റക്കേസൊക്കെ കാണിച്ചിട്ടാണല്ലോ സ്വന്തം കുഞ്ഞിന് ജീവനാംശമായിട്ട് ഇട്ടുകൊടുത്ത അല്ലേ ആ ഒരു തുക 15 ലക്ഷം രൂപ, അതിനകത്തും കുബുദ്ധിയും അങ്ങേയറ്റം കാടത്തവും കാണിച്ച് കള്ളത്തരം കാണിച്ച് ആ പൈസ തിരിച്ചെടുത്തത്. എന്നിട്ട് കഴിഞ്ഞ ദിവസം വാർത്ത വന്നു കണ്ടു, കേരള പോലീസ് പുറകെയാണെന്ന്. ഇതുവരെ എത്തിയില്ലേ? ഇത്രമാത്രം ദൂരം ഉണ്ടോ തമിഴ്നാട് കേരള ട്രാവൽ എന്ന് പറഞ്ഞാൽ? ഓരോ പെൺകുട്ടികളെയും ജീവിതത്തിലേക്ക് സ്നേഹം കാണിച്ച് വലിച്ചു എടുത്ത് അവരുടെ ജീവിതം നശിപ്പിക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ. എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ സ്ഥിരം സന്ദർശകരുണ്ടായിരുന്നു, ഒരുപാട് ആണുങ്ങൾ, സുഹൃത്തുക്കൾ ആ വീട്ടിൽ വന്ന് പോവുക പതിവാണ്, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ. അവരുടെയൊക്കെ മുന്നിൽ വിലയില്ലാതെ കാണുക, പുച്ഛിക്കുക, താഴ്ത്തിക്കെട്ടുക, ഇതൊക്കെ സഹിച്ചുകൊണ്ടൊരു പെൺകുട്ടി അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, ഒറ്റപ്പെടൽ, ആ ഒരു ഡിപ്രഷൻ, അതൊക്കെ അന്ന് അവൾ ജീവിച്ച ആ സാഹചര്യത്തിൽ അത് കണ്ടുകൊണ്ട് അവൾക്ക് ഉണ്ടായ കാര്യമാണ് എന്ന് വേണം നമ്മളൊക്കെ ചിന്തിക്കാൻ. എല്ലാവരും ഡോക്ടർ എലിസബത്ത് ഉദിനെ സപ്പോർട്ട് ചെയ്യാം. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ആവർത്തന വിരസത തോന്നരുത്. കാരണം എൻ്റെ മനസ്സിൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ 2-3 പ്രാവശ്യം ഒരു വ്യക്തിയോട് ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ അത് അവരുടെ ബ്രെയിനിലേക്ക് ചെന്ന് പതിക്കണം എന്നുള്ള രീതിയിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഡോക്ടർ എലിസബത്ത് ഉദയന്റെ ആ ഒരു ചാനലിൽ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണണം എല്ലാവരും. കാരണം പല കാര്യങ്ങളും നമുക്കിങ്ങനെ വായ കൊണ്ട് വെട്ടിത്തുറന്ന് പറയാൻ പാകത്തിനുള്ള കാര്യങ്ങളല്ല. ഇനി ഈ പരസ്ത്രീ ബന്ധം കൂടാതെ സ്മഗ്ലിംഗ് ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്. പുള്ളി ഇത് റാക്കറ്റാണോ റോക്കറ്റാണോ എനിക്ക് അറിയത്തില്ല. എന്തൊക്കെയോ കള്ളക്കടത്ത് പരിപാടികളൊക്കെ, അതിനൊക്കെ സാക്ഷിയാണ് ഈ പെൺകുട്ടി. എന്നിട്ടും ഈ മണ്ടനായ ഗുണ്ടാന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം ഇത്രമാത്രം കാര്യങ്ങൾ ഈ പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് അറിഞ്ഞിട്ടും ഇവളെ ആ വീട്ടിൽ നിന്നും ആട്ടി പുറത്താക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ, ആട്ടി പുറത്താക്കാൻ ശ്രമിച്ചിട്ട് കൊല്ലും വെട്ടും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും പുറത്തു വരാതിരിക്കാനാണെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഡോക്ടർ എലിസബത്ത് ഉദിൻ ഇപ്പം എടുത്തിരിക്കുന്ന ഈ ഒരു നടപടി ഉണ്ടല്ലോ, അതായത് ചില കാര്യങ്ങൾ എല്ലാവരോടും പറയുന്നത്, അതാണ് അതിന്റെ ശരിയായ ഒരു വേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്രമാത്രം ബ്രില്യൻ്റ് ആയിട്ട് ഷാർപ്പായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അത് എത്ര പേർക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഭയങ്കര ബോൾഡായിട്ടൊരു പെൺകുട്ടിയാണ്. അവളുടെ ഏതൊരു കോണിൽ അവൾ ഡിപ്രഷനിലേക്ക് വീണുപോയി. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റുകൾ എടുത്തു കഴിഞ്ഞാൽ പൂർവാധികം ഊർജ്ജസ്വലയായിട്ട് അങ്ങേയറ്റം ബോൾഡായിട്ടൊരു പെൺകുട്ടിയായി ഈ കേസിന് വേണ്ടി അവൾ പോകുമെന്ന് 100% എനിക്ക് വിശ്വാസമുണ്ട്. എന്നാലും ഇത്ര നാളും എല്ലാവരെയും പറ്റിച്ചു കളഞ്ഞല്ലോ. അതായത് ഈ എത്ര കള്ളങ്ങൾ കൂടുന്നോ അത്രമാത്രം വിശുദ്ധനായിട്ട് അഭിനയിക്കാൻ പറ്റുമല്ലേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.